പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെന്റിനെ സംബന്ധിച്ചുമാണ്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനും സൂപ്പർ താരവുമായ റോമൻ റെയിൻസ് അടുത്ത റോ എപ്പിസോഡിൽ വരുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ റെഗൽ റോഡ്രിഗസ് എന്ന ജഡ്ജിയുടെ ടീം അംഗം ഇയോ സ്കൈക്കെതിരെ കളിക്കുന്ന മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ ആദ്യ സെമി ഫൈനലിൽ ഒബാഫെമി എന്ന സൂപ്പർ താരം ഡേർട്ടി ഡൊമിനിക് മെസ്റ്റിഡിയോ എന്ന താരത്തിനെതിരെ കളിക്കുന്ന മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ മത്സരങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രിഡിക്ഷൻസ് ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് ടൂർണമെൻറ്റ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ റൗണ്ടിലെ മൂന്നാമത്തെ മത്സരത്തിൽ ആ ഫേറ്റൽ ഫോർവേയിൽ നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ വിജയം കരസ്ഥമാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബെക്കി ലഞ്ച്, അലക്സിയ ബ്ലിസ്, ചെൽസി ഗ്രീൻ തുടങ്ങിയവരെയാണ് ലിവ് മോർഗൻ പരാജയപ്പെടുത്തിയത്. മെയിൻ ഇവൻറ്റിൽ നടന്ന കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ ജിവോൺ എവൻസ് എന്ന താരം വിജയിക്കുന്നത് സെത്ത് റോളിൻസ്, റിക്കി സൈൻസ്, ടാള ടോങ്ക തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. സെത്തിൻ്റെ വിജയത്തിന് തടസ്സമായി നിന്നത് പതിവ് പോലെ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. മോണ്ടസ്ഫോർഡ് വന്നിട്ട് ഓസ്റ്റിൻ തിയറിയുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാക്കി കാര്യങ്ങൾ സെത്തിന് അനുകൂലമാക്കുന്നുണ്ടെങ്കിലും ബ്രോൺ ബ്രേക്കറുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പിയർ സെത്തിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചു. ജിവോൺ എവൻസ് റിക്കി സൈൻസിനെ ഫിനിഷർ അടിച്ചുകൊണ്ട് ഓജി കട്ടർ എന്ന ഫിനിഷർ അടിച്ചുകൊണ്ട് പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതാണ് കാണാൻ സാധിച്ചത്. ജിവോൺ എവൻസിൻ്റെ എതിരാളിയെ ഈ വരുന്ന സ്മാക്ഡൗണിൽ നടക്കുന്ന അവസാനത്തെ ആദ്യ റൗണ്ട് മത്സരത്തിലൂടെ കൺഫേം ചെയ്യപ്പെടും. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ സോൾ റൂക്കയുടെ ആദ്യ ടൈറ്റിൽ ഡിഫൻസ് കാണാൻ സാധിച്ചു. മുൻ ചാമ്പ്യനായ മുൻ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻ കൂടിയായ ലൈറ വാൽക്കിരി എന്ന ചലഞ്ചറിനെതിരെ സക്സസ്ഫുൾ ആയിട്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സോൾ റൂക്കയ്ക്ക് സാധിച്ചു. ഇതുകൂടാതെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ പെൻഡ ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോയ്ക്കെതിരെ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം കളിച്ചുകൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം ഈതൻ പേജും റൂസേവും ഈ പെൻഡ, റെയ് മിസ്റ്റീരിയോ തുടങ്ങിയവരെ ആക്രമിക്കുന്നു. റെയ് മിസ്റ്റീരിയോയെ അൺമാസ്ക് ചെയ്യുന്നു. ഡ്രാഗൻ ലീ രക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഡ്രാഗൻ ലീയെയും ഈതൻ പേജും റൂസയും ആക്രമിക്കുന്നു. ചാഡ് ഗാബിളിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വരവ്. ചാഡ് ഗാബിൾ തുടരെയുള്ള ജർമ്മൻ സുപ്ലക്സ് കൊടുത്ത് റൂസേവിനെയും ഈതൻ പേജിനെയും ആക്രമിക്കുന്നു. അവസാനം ആ അൺമാസ്ക് ചെയ്യപ്പെട്ടത് ആ മാസ്ക് എടുത്ത് റെയ് മിസ്റ്റീരിയോയ്ക്ക് കൊടുത്തുകൊണ്ട് സോറി പറയുന്ന, അതായത് ഈ ലൂച്ച ഹിസ്റ്ററിയുള്ള റെസ്ലേഴ്സിനോട് ചാഡ് ഗേബിളിൻ്റെ കഥാപാത്രം മുൻപ് ചെയ്തതിനോടുള്ള ഒരു പ്രായച്ചിത്തം എന്നോണം എല്ലാവരോടും സോറി പറയുന്ന ഒരു മൊമെൻറ്റും കൂടി ചാഡ് ഗേബിളിൻ്റെതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാഡ് ഗേബിൾ ഇനി അങ്ങോട്ടൊരു ഫേസ് ആയിരിക്കും എന്നുള്ളതിൻ്റെ സൂചനകളാണ് റോ എപ്പിസോഡിൽ നൽകിയിട്ടുള്ളത്. നാലാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ സിത്രോൾസ്, ഊസോസ് തുടങ്ങിയവരെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സെഗ്മെൻറ്റുകൾ നടക്കുകയുണ്ടായി. സെത്തും ബ്ലഡ് ലൈനും തമ്മിലുള്ള സ്റ്റോറിയുടെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ട് നല്ല രസകരമായിട്ടുള്ള സെഗ്മെൻറ്റ്സ് ആണ് നടന്നത്. ആദ്യം പതിവ് സെത്ത് റോളിൻസ് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിൽ വിജയിക്കുന്നതിനെ സംബന്ധിച്ചും റോമൻ റെയിൻസിന്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പ് അത് തൻ്റെ കയ്യിലേക്ക് വീണ്ടെടുക്കുന്നതിനെ സംബന്ധിച്ചുമൊക്കെ സംസാരിക്കുന്നു. ഇഞ്ചുറി കാരണമാണ് തനിക്കത് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുന്നു. റോമൻ റെയിൻസുമായിട്ടുള്ള ആ ഒരു ചരിത്രത്തെ ചെറുതായിട്ടൊന്ന് ഓർമ്മിച്ച് സെത്തിൻ്റെ ആ ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ട് സെത്ത് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചു. പിന്നീട് ബ്ലഡ് ലൈനിലെ അംഗങ്ങളായ ഊസോസ്, ജേക്കബ് ഫാറ്റ് തുടങ്ങിയവർ സെത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മറ്റൊരു സെഗ്മെൻറ്റിൽ ഈ അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് മെൻഷൻ ചെയ്തതിനെ സംബന്ധിച്ചും സംസാരിച്ചതിനെ സംബന്ധിച്ചും ഇനി അങ്ങനെയൊന്നും പാടില്ല എന്നുള്ളത് ഊസോസ്, അതായത് ജിമ്മി യൂസോയും ജെ ഊസോയും സെത്തിനോട് പറയുന്നു. പക്ഷേ സെത്ത് അതിനുള്ള ഒരു മറുപടി കൊടുക്കുന്നത് ജിമ്മി യൂസോയെ എപ്പോഴും സൈഡ് ലൈൻ ആക്കുന്നതിനെ സംബന്ധിച്ചാണ്. ജിമ്മി യൂസോയ്ക്ക് അവസരങ്ങൾ കൊടുക്കാത്തതിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. എപ്പോഴും ജെ ഊസോ മാത്രമാണ് മുന്നിലേക്ക് കയറി നിൽക്കുന്നത്. റോമൻ റെയിൻസിൻ്റെ പിറകിൽ യഥാർത്ഥത്തിൽ കഴിവ് പ്രകാരം ജിമ്മിയാണ് വരേണ്ടത് എന്നും ജെയ്ക്ക് അതിന് മാത്രമുള്ള ഒരു പവർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജെ ഊസോ, ജിമ്മി യൂസോ തുടങ്ങിയവർക്കിടയിൽ അവരൊരു പ്രശ്നം അവർ കാണിക്കുന്നില്ല. പക്ഷേ അവിടെ ജേക്കബ് ഫാറ്റുവിനോട് ഇതിനുള്ള മറുപടി കൊടുക്കാൻ ജെ പറഞ്ഞപ്പോൾ ജേക്കബ് ഫാറ്റു വന്നിട്ട് സെത്തുമായിട്ട് ഫേസ് ടു ഫേസ് നൽകുന്നുണ്ടെങ്കിലും ജേക്കബ് ഫാറ്റു ഒരു അക്ഷരം പറയാതെ അവിടെ വിട്ട് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതാണോ നിങ്ങളുടെ ഫാമിലിയുടെ ഒത്തൊരുമ എന്ന് കളിയാക്കിക്കൊണ്ട് സെത്ത് അവസാനം ജെ ഊസോയോടും ചോദിക്കുന്നുണ്ട്. പിന്നീട് ജേക്കബ് ഫാറ്റുവിനോട് ഊസോസ് ടീം അംഗങ്ങൾ വന്നിട്ട് ചൂടാക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം എന്നുള്ളത്. അപ്പോൾ ജേക്കബ് ഫാറ്റു കൊടുക്കുന്ന ഒരു
ഒരു മറുപടി. താൻ OTC ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത് റോമൻ റീൻസിനെ മാത്രമാണ്. ട്രൈബൽ ചീഫ് എന്ന് പറയുന്നത് റോമൻ റീൻസ് മാത്രമാണ്. നിങ്ങളെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞതൊന്നും ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളെയൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ജേക്കബ് ഫാറ്റു പറയുന്നത്. എൽഎനെ പോലെയുള്ള താരങ്ങളൊക്കെ വെല്ലുവിളിച്ചിട്ട് ഇവിടെ ഇനിയും നിവർന്ന് നടക്കുന്നുണ്ടല്ലോ, നീ അവരോട് പോയിട്ട് ആദ്യം പ്രതികാരം വിട്ട് എന്നിട്ട് എന്നെ നന്നാക്കാൻ വാ എന്നുള്ളൊരു ലൈനിലാണ് ജേക്കബ് ഫാറ്റു നിന്നത്. അപ്പോൾ ജേക്കബ് ഫാറ്റു ലോയലായിട്ടിരിക്കുന്നത് അത് റോമൻ റീൻസിൻ്റെ അടുത്ത് മാത്രമാണ്, ഊസോസിൻ്റെ അടുത്ത്. പ്രത്യേകിച്ച് ജെ ഊസോയുടെ അടുത്തൊന്നും ജേക്കബ് ഫാറ്റുവിന് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്നുള്ള ഒരു കഥാപാത്ര രീതിയാണ് ജേക്കബ് ഫാറ്റുവിൻ്റേതാക്കിയിട്ട് അവർ കാണിച്ചിട്ടുള്ളത്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു സ്റ്റോറി അവർ ബിൽഡ് ചെയ്ത് ഇവിടം വരെ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ റോമൻ റീൻസിനോട് കൂറുള്ള അതേ സമയത്ത് ജെ ഊസോയുടെ ചെറിയ രീതിയിൽ ഒരു വിയോജിപ്പുള്ള ജേക്കബ് ഫാറ്റു എന്നുള്ളൊരു കഥാപാത്രമാണ് ബ്ലഡ് ലൈനിലേക്ക് ജേക്കബ് ഫാറ്റുവിനെ ആഡ് ചെയ്തതിന് ശേഷം ജേക്കബ് ഫാറ്റുവിനെ കൊടുത്തിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആണ്. അടുത്ത റോ എപ്പിസോഡിൽ റോമൻ റീൻസ് വരുമ്പോൾ ഇതിനെ സംബന്ധിച്ച് അഡ്രസ്സ് ചെയ്യാനുള്ള വലിയ സാധ്യതകളുണ്ട്. നല്ല ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് അടുത്ത റോ എപ്പിസോഡിൽ റോമൻ റീൻസിൻ്റെ സെഗ്മെൻറ്റിൽ പ്രതീക്ഷിക്കാം. 5ാമത്തെ അപ്ഡേറ്റ്, കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനലിൽ ഡൊമിനിക് മെയ്സ്റ്റീരിയോയ്ക്കെതിരെ മത്സരിക്കാൻ പോകുന്ന ഒബാഫെമി എന്ന് ഡൊമിനിക് മെയ്സ്റ്റീരിയോയുമായിട്ട് ചെറിയൊരു ഫൈറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ ഒരു സെഗ്മെൻറ്റാണ് ഓപ്പണിംഗ് സെഗ്മെൻ്റ് ആയിട്ട് റോ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിക്കുക എന്ന് ഒബാഫെമി പറയുന്നുണ്ടെങ്കിലും ഏത് ചാമ്പ്യൻഷിപ്പിനാണ് ഒബാഫെമി ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹം പറയാതിരിക്കാൻ മനഃപൂർവ്വം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അത് കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിനാണോ റോമൻ റീൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിനാണോ എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ ലക്ഷ്യം ഇനി ബാക്കിയുള്ളത് അത് കിങ് ഓഫ് ദ റിംഗ് വിജയിച്ച് ചാമ്പ്യൻ ആകുക എന്നുള്ളതല്ല, ബ്രോക്കിൻ്റെ തലയെടുക്കുക എന്നുള്ളതാണ് തൻ്റെ മുന്നിലുള്ള വലിയ ലക്ഷ്യം എന്നുള്ളതാണ്. തനിക്ക് ഇനി നേടിയെടുക്കാൻ ബാക്കിയുള്ളത് അതാണ് എന്നുള്ളത് ഒബാഫെമി പറയുകയുണ്ടായി. അപ്പോൾ കിങ് ഓഫ് ദ റിംഗ് വിജയിച്ച് ഒരു ചാമ്പ്യൻഷിപ്പിനൊക്കെ പോകുക എന്നുള്ളതായിരിക്കും കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ വരുന്ന റെസ്ലേഴ്സിൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ ഒബാഫെമിയെ സംബന്ധിച്ച് ബ്രോക്ക് ലെസ്നറിനെ തലയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി. അപ്പോൾ അതിനർത്ഥം ഈ സമ്മർ സ്ലാമിന് മുൻപോ ഒബാഫെമിക്കെതിരെയുള്ള ബ്രോക്കിൻ്റെ ഒരു മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ ഒബാഫെമിയുടെ ഈ ഫൈനൽ മത്സരം എന്തായാലും അടുത്ത റോ എപ്പിസോഡിൽ ഡൊമിനിക് മെയ്സ്റ്റീരിയോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒബാഫെമി ഫൈനലിലേക്ക് യോഗ്യത നേടും. ആ ഫൈനൽ നടക്കുന്ന നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന ഇവൻറ്റിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വരവും ഒബാഫെമിയെ ആക്രമിച്ച് എതിരാളിക്ക് വിജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് ബ്രോക്ക് കളം വിടുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതിലൂടെ സമ്മർ സ്ലാമിലേക്കോ അല്ലെങ്കിൽ സമ്മർ സ്ലാമിന് മുൻപുള്ള സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലേക്കോ ബ്രോക്ക് വേഴ്സസ് ഒബാഫെമി തമ്മിലുള്ള ഇവരുടെ ട്രിയോളജി മാച്ച് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രയോറിറ്റി ഒബാഫെമി നിലവിൽ കൊടുത്തിട്ടുള്ളത് എതിരാളിയായ ബ്രോക്ക് ലെസ്നറിനാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെയായിരിക്കും താരത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റോറി ഒരു മെയിൻ ഫോക്കസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനർത്ഥം കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഒബാഫെമി എത്തിയാൽ പോലും ഒബാഫെമിക്ക് ഒരു വിജയസാധ്യത ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി അവശേഷിക്കുന്നവരിൽ ആർക്കാണ് വിജയസാധ്യത? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 6ാമത്തെ അപ്ഡേറ്റ്, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പേപ്പർ വ്യൂകളിൽ ഒന്നാണ് മണി ഇൻ ദ ബാങ്ക് എന്ന് പറയുന്നത്. ഈ വർഷത്തെ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് 2 ദിവസം മുൻപ് വരെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ മാസത്തിൽ നടക്കുമെന്നാണ്. എന്നാൽ അത് ഇന്നലെ മാറ്റി അത് ഒക്ടോബർ മാസത്തിലേക്ക് പോസ്റ്റ് പോൺ ചെയ്തു. ആദ്യം ഓഗസ്റ്റ് മാസത്തിലായിരുന്നു മണി ഇൻ ദ ബാങ്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് പിന്നീട് സെപ്റ്റംബറിലേക്ക് മാറ്റി. ഇന്നലെ അത് ഒക്ടോബറിലേക്ക് മാറ്റി. അപ്പോൾ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസിനെ സംബന്ധിച്ച് ക്രിയേറ്റീവ് ടീമിന് യാതൊരുവിധ ഐഡിയ ഇല്ല എന്നുള്ളത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോൾ സെപ്റ്റംബറിൽ ഈ ഒരു ഡേറ്റ് ചേഞ്ച് ചെയ്ത് അവിടേക്ക് പുതിയ ഒരു ഷോയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് സൺഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയുടെ മറ്റൊരു പതിപ്പ് സൺഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയാണ് നിലവിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് സെയിൽസും മറ്റും ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 7ാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് സില ഫാറ്റു എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. WWE സില ഫാറ്റു ഇതുവരെ എത്തിയിട്ടില്ലെങ്കിലും WWE ആരാധകരുടെ കണ്ണിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമാണ് ഇപ്പോൾ സില ഫാറ്റു എന്നുള്ളത്. കാരണം ബ്ലഡ് ലൈൻ ഇപ്പോഴും കത്തി നിൽക്കുന്ന ഒരു സമയത്ത് സില ഫാറ്റുവിനെയും കൂടി ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നല്ല നല്ല പുതിയ സ്റ്റോറി ലൈനുകൾ കൊണ്ടുവരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ സില ഫാറ്റുവിൻ്റെ ഒരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടുകാർക്ക്. അവർക്കൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഇന്നലെ PW ഇൻസൈഡറിൻ്റെ ഒരു റിപ്പോർട്ട് അവർ പങ്കുവെക്കുന്നത് സില ഫാറ്റു WWE ട്രെയിനിങ് ഫെസിലിറ്റി എന്നറിയപ്പെടുന്ന പെർഫോമൻസ് സെൻറ്ററിൻ്റെ ബാക്ക് സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ
കമ്പനി ഇതുവരെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ലാത്ത ഒരു റെസ്ലറിനെ പെർഫോമൻസ് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു ട്രയൽ അടിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഈ റെസ്ലറിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് ഡയറക്റ്റ് സംസാരിക്കാനും ആയിരിക്കും സില ഫാറ്റുവിനെ വിളിച്ചിട്ടുണ്ടായിരിക്കുക. സില ഫാറ്റുവിന് WWE വേരുകൾ ഇപ്പോൾ കമ്പനിയിൽ ഉണ്ട്. റോമൻ റീൻസ്, ജേക്കബ് ഫാറ്റു, ഊസോസ് തുടങ്ങി ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന കുടുംബം തന്നെ അദ്ദേഹത്തിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ക്രിയേറ്റീവ് ടീം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തീരുമാനിക്കണം സില ഫാറ്റുവിനെ കൊണ്ടുവരണോ എന്നുള്ളത്. ആ ഒരു ഇൻട്രസ്റ്റ് ഇന്നലത്തോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ലൈനിലേക്ക് പുതിയൊരു കഥാപാത്രം കൂടി വരാൻ പോകുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഉമാഗയുടെ ചരിത്രമൊക്കെ പറഞ്ഞു പോകാൻ പറ്റുന്ന കഥകളൊക്കെ സില ഫാറ്റുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. NXTയിലേക്കാണോ ഡയറക്റ്റ് മെയിൻ റോസ്റ്ററിലേക്കാണോ എന്നുള്ളത് മാത്രമാണ് ഇനി സ്ഥിരീകരിക്കപ്പെടേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.